ദൈവനാമം മഹത്വപ്പെടട്ടെ. പിതൃസ്വത്ത് പങ്കുവയ്ക്കുവാൻ മധ്യസ്ഥനായി ഒരാൾ യേശുവിനെ ക്ഷണിക്കുകയാണ്. ക്രിസ്തു പറഞ്ഞു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനും സ്വത്ത് വായിക്കുന്നവനുമായി ആക്കി വെച്ചതാരാണ്? എന്നിട്ട് ചുറ്റും നിന്നവരോട് പറഞ്ഞു, ഭൗതികമായ സ്വത്തുവാകുകളോ സമ്പത്തോ അല്ല ജീവനാധാരമെന്ന്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് കാര്യങ്ങൾ ഈ വേദഭാഗം നമ്മോട് പറയുന്നുണ്ട്. ഒന്ന്, ദ്രവ്യാഗ്രഹം സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളണം. രണ്ട്, ദൈവവിഷയമായി സമ്പന്നനാകണം. ടോൾസ്റ്റോയിയുടെ 6 അടി മണ്ണിന്റെ ജന്മി എന്ന കഥയിൽ അന്നേ ദിവസം എത്രമാത്രം ദൂരം ഓടുന്നുവോ അത്രയും വിസ്തൃതമായ ഭൂമി അയാൾക്ക് സ്വന്തമാക്കാം. ഒരാൾ ഓടുകയാണ്, ഓടി 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 ക്ഷീണിച്ചിട്ടും വീണ്ടും വീണ്ടും ഓടുകയാണ്, അതിമോഹത്താൽ ഓടുകയാണ്. കൂടുതൽ വിസ്തൃതമായ ഭൂമി സ്വന്തമാക്കാം എന്ന വിചാരത്തിൽ ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി ക്ഷീണിച്ച് അയാൾ രാജാവിന്റെ കാൽക്കൽ വന്ന് വീണതോ ശവമായിട്ട്. 6 അടി മണ്ണ് കൊടുക്കാൻ പറഞ്ഞു രാജാവ്. ഇത് സമ്പന്നതയുടെ ലോകമല്ലേ? എങ്ങനെയും സമ്പത്തുണ്ടാക്കണമെന്ന വിചാരമല്ലേ മനുഷ്യന്? അതല്ലേ അക്രമവും അനീതിയും അഴിമതിയും ഒക്കെ ഈ നാട്ടിൽ നടമാടുന്നത്? അധ്വാനിക്കാതെ സമ്പത്തുണ്ടാക്കണമെന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ടാണ് പണ്ടൊക്കെ പകൽ മുഴുവനും അധ്വാനിച്ചവർ കുനിഞ്ഞൊരു പുല്ല് പറിക്കാത്ത പച്ച പരിഷ്കാരികളായി മാറിയത്. എന്നിട്ട് സമാധാനം തേടിയുള്ള അലച്ചിലാണ്. ക്രിസ്തു പറഞ്ഞു, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന്. ക്രിസ്തുവിന്റെ ധാർമ്മിക രോക്ഷം ഉയർന്നതും ക്രിസ്തു ചാട്ടവാർ എടുത്തതും ദ്രവ്യാഗ്രഹികൾക്ക് എതിരെയായിരുന്നു. ഈ വേദഭാഗത്ത് ഭോഷനായ ധനവാന്റെ ഉപമ പറയുന്നുണ്ട്. ഈ ഭോഷനായ ധനവാന്റെ ഉപമയില് ദൈവം അയാളോട് പറയുന്നുണ്ട്, ഭോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ കരുതി വെച്ചത് ആർക്കുള്ളതാണ്? ധനത്തിൽ ആശ്രയിക്കുന്ന, ദ്രവ്യാഗ്രഹത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ചോദ്യം ഇതാണ്. ഭോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ കരുതി വെച്ചത് ആർക്കുള്ളതാണ്? എങ്ങനെയാണ് ദൈവവിഷയമായി സമ്പന്നനാകുന്നത്? ധനത്തെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? ദൈവം ഒരുപാട് നന്മകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടില്ലേ? ദൈവം തന്നതിൽ സംതൃപ്തരാകാൻ നമുക്ക് കഴിയുമോ? ദൈവം തന്നതിന്റെ ഒരംശം എടുത്ത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുമോ? ഉദാരത, ദാനശീലം, മറ്റുള്ളവരോടുള്ള സ്നേഹം, പാപഭാരത്താലുള്ള നാണം എന്നീ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാകുമോ? ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഉപേക്ഷിക്കേണ്ട താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ് അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.